പാലാ നഗരസഭയിൽ അധികാരം നഷ്ടമാകുമോ എന്ന ആശങ്കയിൽ UDF നേതൃത്വം. ചിലർ വ്യക്തിപരമായി ആക്രമിക്കുന്നുവെന്ന് ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം. അഭിമാനം പണയം വെച്ച് മുന്നോട്ട് പോകില്ലെന്നും കോൺഗ്രസ് നേതൃത്വം കത്ത് തന്നാൽ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയുമെന്നും പിതാവ് ബിനു പുളിക്കക്കണ്ടം. കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് ചെയർപേഴ്സന്റെ വാച്ചും ഫയലും മോഷ്ടിച്ചെന്നായിരുന്നു പരാതി. ചെയർപേഴ്സണിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് രേഖാമൂലം ഒരു കത്ത് തരട്ടെ. ഞങ്ങൾ അത് ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയാൻ ഞങ്ങൾ തയ്യാറാണ്. ആ നിമിഷം ആ ഒരു വ്യക്തിയല്ല തരേണ്ടത്, ഒരു പ്രസ്ഥാനം. ആ ചെയർപേഴ്സണിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അതിന് ഞങ്ങളെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പത്രമാധ്യമങ്ങളിലൂടെ പറയേണ്ട ആവശ്യമില്ല. ഒരു കത്ത് തന്നാൽ വളരെ സന്തോഷത്തോടുകൂടി UDFിൻ്റെ ആ തീരുമാനം, അല്ലെങ്കിൽ UDFിന് ആ തീരുമാനം എടുക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. UDFിൻ്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് പാർട്ടി അവരുടെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഒരു കത്ത് തന്നാൽ ഞങ്ങൾ മാറാൻ തയ്യാറാണ്. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ശരിയാണ്. കോട്ടയത്ത് പാലാ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന തർക്കം അത് രൂക്ഷമാകുകയാണ്. സനോജ്, ഇതാ ഇപ്പോൾ ഒരു കത്ത് കോൺഗ്രസ് രേഖാമൂലം നൽകുകയാണെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനം അടക്കം ഒഴിഞ്ഞു നൽകാൻ സന്നദ്ധരാണെന്നാണ് ബിനു പുളിക്കക്കണ്ടം അറിയിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ? അക്ഷയ്, ഒരു കുടുംബത്തിലെ 3 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടുകൂടി പാലാ നഗരസഭയിൽ അധികാരം പിടിച്ചുവെന്ന് അഭിമാനപ്പെട്ട UDF നേതൃത്വത്തിന് ഇപ്പോൾ ഈ സ്വതന്ത്ര തലവേദനയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം കഴിഞ്ഞ കുറച്ച് ദിവസമായി നഗരസഭയിൽ UDFിൽ വലിയ പ്രതിസന്ധിക്കാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം UDF അംഗമായിട്ടുള്ള ബിജു മാത്യു ആണ് ഈ നഗരസഭാ ചെയർപേഴ്സണെതിരെ അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരെയും പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. ചെയർപേഴ്സൻ്റെ പിതാവ് ചെയർപേഴ്സൻ്റെ ചേംബറിൽ വെച്ച് തന്നെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതായിരുന്നു ബിജു മാത്യുവിൻ്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പാലാ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു പരാതിയുമായി ബിനു പുളിക്കക്കണ്ടവും ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടവും രംഗത്തെത്തിയിട്ടുള്ളത്. അവരുടെ ഫയലും ഒപ്പം തന്നെ ഫയലിലുണ്ടായിരുന്ന വാച്ചും ഈ ബിജു മാത്യു മോഷ്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള പുതിയ പരാതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിയ പുളിക്കക്കണ്ടവും ബിനു പുളിക്കക്കണ്ടവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി പ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും UDFിൽ അതിരൂക്ഷമായ തർക്കമാണ് ഈ വിഷയം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി 2 വിഭാഗങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും UDF നേതൃത്വം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം നടത്തിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വവും ഔദ്യോഗികമായ വിശദീകരണം നടത്തിയിട്ടില്ല. ബിജു മാത്യു അതിരൂക്ഷമായ വിമർശനമാണ് ദിയ പുളിക്കക്കണ്ടത്തിനും ബിനു പുളിക്കക്കണ്ടത്തിനുമെതിരെ ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട ബിനു പുളിക്കക്കണ്ടവും ദിയ പുളിക്കക്കണ്ടവും തങ്ങളുടെ വാച്ചും ഫയലും മോഷ്ടിച്ചു എന്നുള്ള ആരോപണം മാധ്യമങ്ങളുടെ മുന്നിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബിജു മാത്യുവിൻ്റെ പരാതിയിലുണ്ടായ കയ്യേറ്റ ശ്രമം യാതൊരു തരത്തിലും ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ പരാതിയാണ് എന്നുള്ളതാണ് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ ആരോപണം. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് അംഗമായിട്ടുള്ള ബിജു മാത്യു തങ്ങൾക്കെതിരെ നിരന്തരമായ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ കൗൺസിൽ ഉൾപ്പെടെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരാതി എന്നുള്ളതാണ് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ ആരോപണം. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF നേതൃത്വം തങ്ങളോട് രാജി ആവശ്യപ്പെട്ടാൽ ആ നിമിഷം രാജിവെക്കാൻ സന്നദ്ധമാണ് എന്നും ആത്മാഭിമാനം പണയപ്പെടുത്തി ഒരു നിമിഷവും ഈ ചെയർപേഴ്സൺ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്നുള്ളതുമാണ് ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കിയിട്ടുള്ളത്. ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം ഒപ്പം തന്നെ ദിയ പുളിക്കക്കണ്ടം ഈ 3 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് പാലാ നഗരസഭയിൽ UDF ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ നിലപാട് ഏറെ നിർണായകമാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഭരണസമിതിയിൽ ഇവരുടെ നിലപാട് സൃഷ്ടിച്ചിട്ടുള്ളത്. അക്ഷയ്.